ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ബെർണാഡ് സോളമനെ നാച്ചസ് കോഡിനെയും ഇൻസ്റ്റാഗ്രാമിൽ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരിൽ ആര് പറയണതാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ സാമാന്യ ബോധമുള്ള ഒരാൾക്ക് മനസ്സിലാവും ഇവിടെ നാച്ചസ് കോഡ് പറയണത് തന്നെയാണ് ശരിയെന്നുള്ളത്. അപ്പോൾ നാച്ചസ് കോഡിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള പഠനങ്ങളാണ് അതിൽ പറഞ്ഞു പോയത്. അപ്പോൾ ഇവിടെ നാച്ചുറൽ സ്കോഡ് അരുണ് സപ്പോർട്ട് ചെയ്യുന്നത് നാച്ചുറൽ ബോഡി ബിൽഡിംഗ് ആണ്. അദ്ദേഹം ഹെൽത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, ഓർഗൻസിൻ്റെ ഹെൽത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതേ സമയത്ത് ബെർണാഡ് സോളമൻ ഇതിനെ ഒപ്പോസ് ചെയ്യാണ്, ഇൻഡയറക്റ്റ്ലി പ്രൊമോട്ട് കൂടി ചെയ്യുന്നുണ്ട് സ്റ്റിറോയിഡ്. അപ്പോൾ അതിൻ്റെ കാരണം അറിയാം, അദ്ദേഹം ഒരു ബോഡി ബിൽഡറാണ്. ഇപ്പോഴത്തെ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ അവിടെ പിടിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റിറോയിഡ് അടിക്കണം, സ്വാഭാവികം. കാരണം നാച്ചുറലായിട്ട് ബോഡി ബിൽഡ് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. ഇപ്പോൾ നമ്മൾ എത്ര തന്നെ നാച്ചുറലാന്ന് പറഞ്ഞാലും അർണോൾഡിനെ പോലെയോ അല്ലെങ്കിൽ റോണി കോൾമനെ പോലെ നമുക്ക് നാച്ചുറലായിട്ട് ബോഡി ബിൽഡ് ചെയ്യാൻ പറ്റില്ല. കാരണം അർണോൾഡും റോണി കോൾമനും സ്റ്റിറോയിഡ് എടുത്തിട്ടാണ് അത്രയും മസിൽ ബിൽഡ് ചെയ്തത്. നാച്ചുറലായിട്ട് ഒരാൾക്ക് സാധിക്കില്ല, അങ്ങനെ അത്രയും മസിൽ ബിൽഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ അരുണെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് പഠനങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ആ റീലിൽ അതാണ് പറഞ്ഞു പോയത്. അപ്പോൾ ആദ്യം ആ പഠനങ്ങൾ നിങ്ങളൊന്ന് കേൾക്കുക, കാരണം ആ റീല് ചിലപ്പോൾ കാണാത്തവരുണ്ടോ, അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ ഇനി പറയുന്നത്. അപ്പോൾ ഞാൻ പുതിയ സ്റ്റഡീസ് തന്നെ ആദ്യം പറഞ്ഞു പോകാം. 2025 കൺക്ലൂഡ് ചെയ്ത ഡാനിഷ് സ്റ്റഡിയാണ് ഞാൻ ആദ്യം പറഞ്ഞു പോകാം. അപ്പോൾ ഈ ഡാനിഷ് സ്റ്റഡിയിൽ ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1189 സ്റ്റിറോയിഡ് യൂസ് ചെയ്യുന്ന ആളുകളെയും അതേപോലെ തന്നെ വർഷങ്ങളായിട്ട് നാച്ചുറലി ബോഡി ബിൽഡ് ചെയ്യുന്ന ആളുകളെയും കമ്പയർ ചെയ്തു. 11 വർഷം അവരെ വാച്ച് ചെയ്തു. എന്നിട്ട് ഇവർക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിറോയിഡ് യൂസ് ചെയ്യുന്ന ആളുകളെ സ്റ്റിറോയിഡ് യൂസ് ചെയ്യാതെ നാച്ചുറലായിട്ട് ബോഡി ബിൽഡ് ചെയ്യുന്ന ആളുകളെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ സ്റ്റിറോയിഡ് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് 3 ഇരട്ടി ഹാർട്ട് അറ്റാക്ക് വരാനുള്ള റിസ്ക് കൂടുതലാണ്. പിന്നെ 3.6 ഇരട്ടി ഹാർട്ട് ഫെയിലിയർ ആവാനുള്ള റിസ്ക് കൂടുതലാണ്. പിന്നെ ഓൾമോസ്റ്റ് 9 ഇരട്ടി ഹാർട്ട് മസിൽ ഡിസീസ്, അതായത് കാർഡിയോ മയോപ്പതി വരാനുള്ള ചാൻസ് റിസ്ക് കൂടുതലാണ്. പിന്നെ 2025 വേറെ ഒരു സ്റ്റഡിയും കൂടിയുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിറോയിഡ് വർഷങ്ങളായിട്ട് യൂസ് ചെയ്ത ആളുകളുടെ റിവ്യൂ ആണ്. ജെന്യുവൻ ആയിട്ടുള്ള റിവ്യൂ തന്നെയാണത്. അപ്പോൾ അതിലവർ പറഞ്ഞത് അവരുടെ ഹാർട്ടിൻ്റെ വലിപ്പം കൂടി, അതോടൊപ്പം തന്നെ ബ്ലഡ് പ്രഷർ കൂടി, ഗുഡ് കൊളസ്ട്രോൾ കുറഞ്ഞു, ബാഡ് കൊളസ്ട്രോൾ കൂടി, പിന്നെ ലിവർ ഡാമേജ്, കിഡ്നി ഡാമേജ്, പിന്നെ അതോടൊപ്പം തന്നെ ഇൻഫെർട്ടിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, പിള്ളേരുണ്ടാക്കാൻ ശേഷിയില്ല. പിന്നെ അതോടൊപ്പം തന്നെ അവർക്ക് ഈ സൈക്കാട്രിക് ചേഞ്ചസും കൂടി ഉണ്ടായ, അതായത് കൂടുതൽ അവർ ദേഷ്യപ്പെടും, കൂടുതൽ അവർ ഡിപ്രസ്ഡ് ആവും. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ കോണർ മെർഫിനെ നമുക്കൊരു എക്സാമ്പിളോട് യൂസ് ചെയ്യാം. കാരണം പുള്ളി സ്റ്റിറോയിഡ് നല്ല രീതിയിൽ അബ്യൂസ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു കുറേ ഡ്രഗ്സും പുള്ളി യൂസ് ചെയ്തിട്ടുണ്ട്. സ്റ്റിറോയിഡിനെ മാത്രം നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല, പക്ഷേ സ്റ്റിറോയിഡ് അതിലൊരു ഭാഗമായിരുന്നു. ഇനി നമുക്ക് അടുത്തത് ഹാർലം സ്റ്റഡിയിലോട്ട് പോകാം. അപ്പോൾ ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റഡിയാണ്. കാരണം കുറേ പേര് പറയും നല്ല ജനറ്റിക്സ് ഉണ്ടെങ്കിൽ സ്റ്റിറോയിഡ് എടുത്ത കുഴപ്പമില്ലാന്ന്. അപ്പോൾ അതിനെ മൊത്തം പൊളിച്ചടുക്കിക്കൊണ്ടുള്ള ഒരു സ്റ്റഡിയാണിത്. അപ്പോൾ ഈ സ്റ്റഡീസിൽ റിസർച്ചേഴ്സ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 100 ഹെൽത്തി അമേച്ചർ ബോഡി ബിൽഡേഴ്സിനെ ഫോളോ ചെയ്തു. അതായത് അവർ സ്റ്റിറോയിഡ് എടുക്കുന്നതിന് മുന്നേ ഉള്ള അവരുടെ കണ്ടീഷൻ, സ്റ്റിറോയിഡ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള കണ്ടീഷൻ, അത് കഴിഞ്ഞ് സ്റ്റിറോയിഡ് സൈക്കിൾ കഴിഞ്ഞിട്ടുള്ള കണ്ടീഷൻ, ഇതൊക്കെ കൃത്യമായിട്ട് റിസർച്ചേഴ്സ് ഫോളോ ചെയ്തു. അപ്പോൾ ഇതിലവർ കണ്ടെത്തിയത് ഈ സ്റ്റിറോയിഡ് യൂസേഴ്സിൻ്റെ ബ്ലഡ് പ്രഷർ നല്ല രീതിയിൽ കൂടി, അതോടൊപ്പം തന്നെ ഗുഡ് കൊളസ്ട്രോൾ കുറഞ്ഞു, ബാഡ് കൊളസ്ട്രോൾ കൂടി, നാച്ചുറലായിട്ട് ടെസ്റ്റോസ്റ്ററോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നല്ല രീതിയിൽ സപ്രസ്സായി, പിന്നെ ടെസ്റ്റിക്കിൾസിൻ്റെ വൃഷ്ണത്തിൻ്റെ ഫങ്ഷൻ നല്ല രീതിയിൽ കുറഞ്ഞും പോയി. അപ്പോൾ ഒരു സൈക്കിൾ കഴിഞ്ഞ് സ്റ്റിറോയിഡ് യൂസ് ചെയ്യണം കുറച്ച് പേര് നിർത്തിയപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഓക്കെ. എന്നാലും ഇവിടെ ഈ സ്റ്റഡീസിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈക്കിൾ സ്റ്റിറോയിഡ് പോലും ഹെൽത്തി ആയിട്ടുള്ള ഒരാൾക്ക് ഡേഞ്ചറസ് ആണ്. ഇനി അടുത്തത് ടെസ്റ്റോസ്റ്ററോൺ ആൻഡ് ഫെർട്ടിലിറ്റി സ്റ്റഡി. അപ്പോൾ ഇതിൽ സയൻറ്റിസ്റ്റുകൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 32 സ്റ്റഡീസ് കമ്പൈൻ ചെയ്തു. ഇതിൽ മൊത്തത്തിൽ 9371 ആണുങ്ങൾ ഇൻവോൾവ് ആയിരുന്നു. അപ്പോൾ റിസർച്ചേഴ്സ് ഇതിൽ കണ്ടെത്തിയത് സ്പേമിൻ്റെ മൂവ്മെൻറ്റ് നല്ല രീതിയിൽ കുറഞ്ഞു. യൂസ് ചെയ്യുന്ന ആളുകളുടെ സ്പേമിൻ്റെ മൂവ്മെൻറ്റ് കുറഞ്ഞു. സ്പേമിൻ്റെ മൂവ്മെൻറ്റ് കുറയാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അപകടമാണ്. കാരണം അത് ഇൻഫെർട്ടിലിറ്റിയിലോട്ട് പോകും. പിന്നെ LH FSH ഹോർമോണും കുറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിക്കുക, ഈ 2 ഹോർമോണാണ് ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന ഹോർമോൺ. അപ്പോൾ ഈ 2 ഹോർമോണും കുറഞ്ഞു. പിന്നെ സ്വാഭാവികമായിട്ട് ടെസ്റ്റിക്കിൾസിൻ്റെ സൈസ് കുറയുമല്ലോ. അപ്പോൾ ഈ പഠനത്തിൽ അതാണ് കണ്ടെത്തിയത് റിസർച്ചേഴ്സ്. പിന്നെ അടുത്തത് സ്റ്റഡീസിൽ കണ്ടെത്തിയത് ലിവർ ഡാമേജ്, ലിവർ ഇൻഫ്ലമേഷൻ, പിന്നെ ലിവർ ട്യൂമർ, ലിവർ ക്യാൻസർ. ഒന്ന് ആലോചിക്കുക. പിന്നെ കിഡ്നി സ്ട്രെസ്സ്, കിഡ്നി സ്കാറിങ്, പിന്നെ വളരെ ഹയർ റിസ്ക് ഓഫ് കിഡ്നി ഫെയിലിയർ. ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ വേണ്ടത് അവൻ്റെ ഓർഗൻസ് ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്, പ്രത്യേകിച്ച് കിഡ്നിയുടെ കാര്യം. കിഡ്നിയൊക്കെ ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ബുദ്ധിമുട്ടാണെന്ന് പറയുമോ. ഡയാലിസിസ്, പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് മര്യാദയ്ക്ക് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ല, ഇഷ്ടംപോലെ ടാബ്ലറ്റ്സ് നമ്മൾ കഴിക്കണം. പിന്നെ അതോടൊപ്പം തന്നെ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ നമുക്ക് ഡോണറിനെ കിട്ടണ്ടേ. ഡോണറിനെ കിട്ടിയാൽ പോലും ചിലപ്പോൾ നല്ല രീതിയിൽ സക്സസ്ഫുൾ ആവണമെന്നില്ല. കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറയുന്ന പോലെ നല്ല ഹെൽത്തി കിഡ്നി നമുക്കുള്ളപ്പോൾ അതിൻ്റെ വില നമുക്കറിയില്ല. അതാണ് ഈ പ്രശ്നം വരുന്നത്. ഇനി നമുക്ക് ബ്രെയിൻ ഹെൽത്ത് നോക്കാം. ബ്രെയിൻ ഹെൽത്ത് നോക്കിയപ്പോൾ റിസർച്ചേഴ്സിന് മനസ്സിലായത് സ്റ്റിറോയിഡ് എടുക്കുന്നവർ കൂടുതൽ ഡിപ്രസ്ഡ് ആവും, അവർക്ക് കൂടുതൽ മൂഡ് സ്വിങ്സ് ഉണ്ടാവും, ആങ്സൈറ്റി കൂടുതലായിരിക്കും, അവർ കൂടുതൽ ദേഷ്യപ്പെടും. പിന്നെ ചില കേസിൽ പൂർണ്ണ സൈക്കോകളായി മാറും. പിന്നെ ബ്ലഡിൻ്റെ വേറൊരു കാര്യം പറയാൻ മറന്നു, ബ്ലഡിലെ റെഡ് ബ്ലഡ് സെൽസിൻ്റെ എണ്ണം കൂടും. അങ്ങനെ കൂടിക്കഴിഞ്ഞാൽ സംഭവിക്കുക, ബ്ലഡ് തിക്കാവും. ബ്ലഡ് തിക്കായി എന്ന് സംഭവിക്കും,
ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസ് കൂടും, പെട്ടെന്ന് വരും. അപ്പോൾ ഞാൻ ഈ കാര്യത്തിൽ പൂർണ്ണമായിട്ടും നാച്ചുറൽ സ്ക്വാഡിനെ സപ്പോർട്ട് ചെയ്യുക. കാരണം ഹെൽത്ത് തന്നെയാണ് പ്രൈമറി ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നാച്ചുറൽ സ്ക്വാഡിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിൽ പറഞ്ഞ് അത് ബെർണാഡ് സോളമന് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ബെർണാഡ് സോളമൻ ഞാൻ അപവാദം പറയാമെന്ന് പറഞ്ഞാണ് റിയാക്ട് ചെയ്ത് റീലിട്ടത്. എന്നിട്ട് അതിൽ നാച്ചുറൽ സ്ക്വാഡിനെ കളിയാക്കുന്നുണ്ട്. നാച്ചുറൽ സ്ക്വാഡ് ആക്രി കച്ചവടക്കാരനാണ്, ആക്രി എന്ന് പറഞ്ഞ് നടക്കുന്നൊരു വ്യക്തിയാണ്, അതാണ് അവൻ്റെ ഉപജീവന മാർഗ്ഗം, അവനൊരു ബോഡി ബിൽഡർ അല്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുക. എന്നിട്ട് അതിൽ തന്നെ വീണ്ടും ഇൻഡയറക്ട്ലി പ്രൊമോട്ട് ചെയ്യുക. അതായത് ഞാനും നാച്ചുറൽ സ്ക്വാഡും ഒരു മാസം കൊണ്ട് ഉണ്ടാക്കുന്നത് പുള്ളി വെറും 4 ദിവസം കൊണ്ട് ഉണ്ടാക്കുന്നു. ശരിയാണ്, ഞങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ, ഒരു മാസം ഞങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ പുള്ളി 4 ദിവസം കൊണ്ട് ഉണ്ടാക്കുമായിരിക്കും. പക്ഷേ വേറൊരു കാര്യം, പുള്ളി അവിടെ ഹെൽത്ത് സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. കൂടി പോയി കഴിഞ്ഞാൽ പുള്ളിക്ക് ഇനി ഒരു 5 വർഷം അല്ലെങ്കിൽ 10 വർഷം അതിനുള്ളിൽ പുള്ളിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഓർഗൻ ഡാമേജ് വന്നിരിക്കും. ഉറപ്പാണ്. കാരണം സ്റ്റീറോയിഡ് എടുത്തു കഴിഞ്ഞാൽ വരും, സ്റ്റീറോയിഡ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ വരും. ഇല്ലെങ്കിൽ പുള്ളി സ്റ്റീറോയിഡ് എടുക്കുന്നത് നിർത്തിയിട്ട് വേറെ ഈ പ്രോട്ടീൻ പൗഡർ എടുത്താലും ക്രിയാറ്റിൻ എടുത്താലും വലിയ കുഴപ്പമില്ല. അങ്ങനെ പോകണമെങ്കിൽ വലിയ പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകും. അല്ലാതെ സ്റ്റീറോയിഡ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തതാണ് എന്നുണ്ടെങ്കിൽ 5 വർഷം അല്ലെങ്കിൽ 10 വർഷം മാക്സിമം പോയി കഴിഞ്ഞാൽ പുള്ളിക്ക് ഓർഗൻസിൽ ഡാമേജ് വന്നിരിക്കും, അത് ഉറപ്പാണ്. നിങ്ങളെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ, സ്റ്റീറോയിഡ് അമിതമായിട്ട് അബ്യൂസ് ചെയ്തിട്ട് സ്ട്രോക്ക് വന്ന് കിടന്ന കിടപ്പായി മരിക്കുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയേ, ഒരുപാട് പെയിൻ അനുഭവിക്കേണ്ടി വരും. ഇനി അടുത്തൊരു കണ്ടീഷൻ ഞാൻ പറഞ്ഞുതരാം. 18 വയസ്സ് തൊട്ട് സ്റ്റീറോയിഡ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തി വർഷങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റീറോയിഡ് യൂസ് ചെയ്യുന്നു, 35 വയസ്സിൽ കല്യാണം കഴിക്കുന്നു. അപ്പോൾ 35 വയസ്സിൽ കല്യാണം കഴിക്കുകയാണെങ്കിൽ 17 വർഷം പുള്ളി കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റീറോയിഡ് യൂസ് ചെയ്ത്. അങ്ങനെ വരുമ്പോൾ ഇൻഫെർട്ടിലിറ്റി ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇൻഫെർട്ടിലിറ്റി അങ്ങനെ വന്നു കഴിഞ്ഞാൽ പുതിയതായിട്ട് കല്യാണം കഴിക്കുന്നു, പക്ഷേ കൊച്ചുകൾ ഉണ്ടാക്കാനുള്ള ശേഷിയില്ല. അങ്ങനെ വരുമ്പോൾ കൂടുതൽ പെണ്ണുങ്ങൾ ഇട്ടേച്ച് പോകും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ അച്ഛനമ്മമാർക്ക് നമ്മുടെ പിള്ളേരെ കാണണമെന്ന് ആഗ്രഹമുണ്ടാവും. എന്നിട്ട് സ്റ്റീറോയിഡ് യൂസ് ചെയ്തതുകൊണ്ട് പിള്ളേരുണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, അവർക്ക് എത്രത്തോളം വിഷമമുണ്ടോ എന്ന് ആലോചിച്ച് നോക്കി. പറഞ്ഞ ശരിയാ, സ്റ്റീറോയിഡ് യൂസ് ചെയ്യാത്തവർക്കും പിള്ളേരുണ്ടാവുന്നില്ല. പക്ഷെ അത് വിട്, നിങ്ങൾക്ക് ആ കഴിവുണ്ടായിട്ടും സ്റ്റീറോയിഡ് യൂസ് ചെയ്തത് കൊണ്ട് ആണ് ഇങ്ങനെ വന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. അവിടെയാണ് ഏറ്റവും വലിയ മണ്ടത്തരം. പിന്നെ ഇവരുടെ ഡിഫൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളുകൾ പ്രളയം വന്ന് ഒരുപാട് പേര് മരിച്ചു പോകുന്നുണ്ട്, പിന്നെ കുറേ പേര് MDMA ഒക്കെ യൂസ് ചെയ്യുന്നില്ലേ, അപ്പോൾ അതുകൊണ്ട് സ്റ്റീറോയിഡ് യൂസ് ചെയ്ത് എന്താ കുഴപ്പമെന്നാണ് ഇവർ ചോദിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇവരോട് ചോദിക്കാനുള്ളത്, പിന്നെ നിങ്ങൾ എന്തിനാണ് കാശുണ്ടാക്കുന്നത്? എന്തായാലും നിങ്ങൾ മരിച്ചു പോകും, എന്തായാലും പ്രളയം വന്നാൽ നിങ്ങൾ തട്ടിപ്പോവും, പിന്നെ എന്തിനാണ് കാശുണ്ടാക്കുന്നത്? അപ്പോൾ ഇവർ ഉടനെ പറയും എന്തായാലും മരിച്ചു പോകുന്ന വെച്ചിട്ട് ഇപ്പോഴേ മൂക്കി പഞ്ഞു വെച്ച് കിടക്കാൻ പറ്റുമെന്ന്. അപ്പോൾ എനിക്ക് അതന്നെ നിങ്ങളോട് ചോദിക്കാനുള്ളത്, എന്തായാലും മരിച്ചു പോകുന്ന വെച്ചിട്ട് ഇപ്പോഴേ ഹെൽത്ത് സാക്രിഫൈസ് ചെയ്യണോ? ലോകം മണ്ടത്തരമല്ലേ? അപ്പോൾ എന്തായാലും മരിച്ചു പോവും. കുറേ ആളുകൾ MDMA യൂസ് ചെയ്യുന്നുണ്ട്, ഇല്ലെങ്കിൽ പ്രളയം വന്ന് കുറേ പേര് തട്ടിപ്പോകുന്നുണ്ട്. അതൊന്നും ഒരു കറക്റ്റ് ഡിഫൻസ് അല്ല. അതൊക്കെ എങ്ങനെ പറഞ്ഞാലും സ്റ്റീറോയിഡ് അൺഹെൽത്തി തന്നെയാണ്. കുറേ പഠനങ്ങൾ അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഒരു സാമാന്യ ബോധമുള്ള ഒരു വ്യക്തിക്ക് മനസ്സിലാവും സ്റ്റീറോയിഡ് അൺഹെൽത്തി ആണെന്നുള്ളത്. പിന്നെ ഈ പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റോഡ് സൈഡിൽ ചാക്ക് വിരിച്ചിട്ട് കുറച്ച് സ്റ്റീറോയിഡ്, അതായത് വിങ്സ്ട്രോൾ, ഡയനാബോളൊക്കെ വെച്ചിട്ട് ഒരെണ്ണം എടുത്താൽ ഒരെണ്ണം ഫ്രീ, ഒരു സ്റ്റീറോയിഡ് 1000 രൂപ, 2000 രൂപ, 5000 രൂപ എന്നൊക്കെ പറഞ്ഞ് വിൽക്കുന്നതല്ല പ്രൊമോഷൻ. അതായത് നിങ്ങൾ മനസ്സിലാക്കുക. പ്രൊമോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. അതായത് നിങ്ങൾ ഒരു മാസം കൊണ്ട് അല്ലെങ്കിൽ 2 മാസം കൊണ്ട് ഉണ്ടാക്കുന്നത് ഞാൻ 4 ദിവസം കൊണ്ട് സ്റ്റീറോയിഡ് യൂസ് ചെയ്തിട്ട് ബോഡി ബിൽഡ് ചെയ്ത് ഞാൻ ഉണ്ടാക്കും. പിന്നെ ആണുങ്ങൾക്ക് പറഞ്ഞേക്കുന്നതാണ് സ്റ്റീറോയിഡ്, അതൊരു പ്രൊമോഷനാണ്. അങ്ങനെ പറയുന്നതും പ്രൊമോഷനാണ്, അത് മനസ്സിലാക്കുക. അത് ഇൻഡയറക്റ്റ് പ്രൊമോഷനാണ്. കാരണം അത് കേൾക്കുമ്പോൾ കൂടുതൽ ആളുകൾ ഇൻസ്പയർ ആവും, കൂടുതൽ ആളുകൾ സ്റ്റീറോയിഡ് എടുത്ത് ബോഡി ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ബെർണാഡ് സോളമൻ ഇങ്ങനെ സ്റ്റീറോയിഡിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിയുടെ ഉപജീവന മാർഗ്ഗമാണ്. അതുകൊണ്ട് തന്നെ പുള്ളി ഇപ്പോൾ ആരെങ്കിലും ഇപ്പോൾ സ്റ്റീറോയിഡിനെ തള്ളി പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് അത് സഹിക്കില്ല, പുള്ളി അപ്പോൾ അത് റിയാക്ട് ചെയ്യും. അത് അങ്ങനെയാണ്, അവർ പറഞ്ഞിട്ടും കാര്യമില്ല. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. ഈ ബെർണാഡ് സോളമൻ നാച്ചുറൽ സ്ക്വാഡിനെ നല്ല രീതിയിൽ തെറി വിളിക്കുന്നുണ്ട്. നാച്ചുറൽ സ്ക്വാഡിൻ്റെ അമ്മേനെ തെറി വിളിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഭയങ്കര വൾഗറായിട്ടുള്ളതാണ് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കാം, നാച്ചുറൽ സ്ക്വാഡ് തിരിച്ച് ബെർണാഡ് സോളമനെ തെറി പറഞ്ഞിട്ടില്ല, ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ബെർണാഡ് സോളമൻ സ്റ്റീറോയിഡ് യൂസ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അയാൾക്ക് പെട്ടെന്ന് വരുന്ന ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ തെറി വിളിക്കുന്നു. അത് കാണാൻ ഒരാൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത്രയും ചീപ്പായിട്ട് ഒരാളെക്കുറിച്ച് സംസാരിച്ചും പോരാതെ അത് മാസമായിട്ട് പുള്ളി കാണിക്കുകയാണ്, എന്തോ വലിയ സംഭവമായിട്ട് പുള്ളി ഇത് കാണിക്കുന്നത്. എന്നിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറേ ഈ സ്റ്റീറോയിഡ് അടിച്ചിട്ടുള്ള ബോഡി ബിൽഡേഴ്സ് എല്ലാം അണ്ണൻ പറയണതാണ് ശരി, അണ്ണൻ കൊല മാസ്, അണ്ണൻ സൂപ്പർ, മാങ്ങാ തൊലിയെന്ന് ഞാൻ പറയുള്ളൂ. ഇതുപോലത്തെ ചെറ്റത്തരം വേറെ ഒന്നുമില്ല. അതായത് ഒരാളുടെ അമ്മേനെ തെറി വിളിക്കുന്നത് ഏറ്റവും വലിയ ചെറ്റത്തരം. എന്നിട്ട് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറേ പേര് മാസാന്ന് പറയുന്നത് അതിനേക്കാളും വലിയ തന്തയില്ലായ്മയാണ്. കാര്യം നാച്ചുറൽ സ്ക്വാഡ് പുള്ളിനെ മുക്ക് പണ്ടെന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ടാവാം. പക്ഷേ മുക്ക് പണ്ടെന്ന് പറയണതും ഒരാളുടെ അമ്മേനെ തെറി വിളിക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇവിടെ ബെർണാഡ് സോളമൻ കുറച്ച് എളിമ കാണിക്കണമായിരുന്നു. അതായത് ജയറാമേട്ടനെ പോലെ എളിമ കാണിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. ഈ സ്റ്റീറോയിഡിൻ്റെ ദൂഷ്യഫലങ്ങൾ പറയണം. എന്നിട്ട് ഞാൻ എന്തുകൊണ്ടാണ് സ്റ്റീറോയിഡ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷനിൽ അങ്ങനെയാണ്, സ്റ്റീറോയിഡ് എടുത്തില്ലെങ്കിൽ പിടിച്ചിരിക്കാൻ പറ്റില്ല എന്ന് കൃത്യമായിട്ട് പറയണം. അല്ലാതെ വേറെ കുറേ ചീപ്പായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് മാസ് കാണിക്കുകയല്ല ചെയ്യേണ്ടത്.
എന്നിട്ട് ഇൻഡയറക്റ്റ്ലി സ്റ്റീറോയിഡിനെ പ്രൊമോട്ട് ചെയ്തിട്ട് ഞാൻ സ്റ്റീറോയിഡിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്ന് ഒന്ന് ആലോചിച്ച് നോക്കി. പിന്നെ വേറെ കുറേ പ്രശ്നങ്ങളുണ്ട്. അതായത് ബെർണാഡ് സോളമനോടെ 100 കിലോയുടെ ബാർബൽ എടുത്ത് പൊക്കുന്നുണ്ട്. എന്നിട്ട് നാച്ചസ് സ്കോഡിന് അത് ചെയ്ത് കാണിക്കാനൊക്കെ പറയുന്നുണ്ട്. ഒന്ന് മനസ്സിലാക്കുക, നാച്ചസ് സ്കോഡ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കാലിസ്റ്റിക്സും ബോഡി വെയ്റ്റ് എക്സസൈസുമാണ്. ബോഡി വെയ്റ്റ് എക്സസൈസും പിന്നെ വെയ്റ്റ് ലിഫ്റ്റിംഗ് തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കുറേ പഠനങ്ങൾ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് ഡെഡ് ലിഫ്റ്റ് ചെയ്യുന്നത് നടുവിന് നല്ലതല്ലാന്ന്. ഡിസ്ക് ബൾജ് വരാൻ കൂടുതൽ ചാൻസ് കൂടുതലാണ് ഡെഡ് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ആരോഗ്യത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നവർ വെയ്റ്റ് ലിഫ്റ്റ് ഒരുപാട് ചെയ്യാൻ നിൽക്കില്ല. അവർ എൻഡ്രൻസ് ട്രെയിനിങ് ആയിരിക്കും ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ പുള്ളപ്പ്, ചിന്നപ്പ്, പിന്നെ ബോഡി വെയ്റ്റ് ട്രെയിനിങ്, ഇതൊക്കെയാണ് കൂടുതൽ. ബോഡി വെയ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ, ബെർണാഡ് സോളമന് മനസ്സിലാവും. ഈ പുഷപ്പ് ഇതൊക്കെയാണ് കൂടുതൽ ചെയ്യുന്നത്. അതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യക്തിനെ ഈ വെയിറ്റ് എടുക്കാൻ പറഞ്ഞ് ചലഞ്ച് ചെയ്യുന്നത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. പിന്നെ കാര്യം, ബെർണാഡ് സോളമൻ നാച്ചസ് സ്കോഡ് പറഞ്ഞ ചലഞ്ചൊക്കെ ചെയ്തെങ്കിൽ പോലും അതിൽ ഒരുപാട് തെറ്റുണ്ട്. കാരണം നാച്ചസ് സ്കോഡ് ചെയ്യുന്ന പുള്ളപ്പ് ഗ്രിപ്പ് വൈഡ് ഗ്രിപ്പാണ്. പിന്നെ ബെർണാഡ് സോളമൻ ചെയ്യുന്നത് ന്യൂട്രൽ ഗ്രിപ്പാണ്. ന്യൂട്രൽ ഗ്രിപ്പ് വാങ്ങി പെട്ടെന്ന് ചെയ്യാൻ പറ്റും, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. വൈഡ് ഗ്രിപ്പാണ് ഏറ്റവും പാട്. പിന്നെ ചില സമയത്ത് ഞാൻ പുള്ളപ്പിൽ കണ്ടിട്ടുണ്ട് ചെറുതായിട്ട് കാല് മടങ്ങുന്നുണ്ട്. നാച്ചസ് സ്കോഡ് ചെയ്യുന്ന കാല് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് ചെയ്യാനാണ് ഏറ്റവും പാട് പുള്ളപ്പ്. അങ്ങനെയാണ് ശരിക്കും യഥാർത്ഥ പുള്ളപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നാച്ചസ് സ്കോഡിനെ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യാണ്. ഞാനും ഹെൽത്തിന് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയാണ്. ഞാൻ എൻട്രൻസ് ട്രെയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ചും ഈ വെയ്റ്റ് ലിഫ്റ്റ് ഒന്നും ഞാൻ അധികം ചെയ്യാറില്ല. ജോഗിങ്, സ്പ്രിൻറ്റിങ്, പുള്ളപ്പ്, ചിന്നപ്പ്, പുഷപ്പ്, പിന്നെ സ്കോട്ട്, ബോഡി വെയ്റ്റ് ട്രെയിനിങ് ഒക്കെ ഉണ്ടല്ലോ, അതും പിന്നെ റെസ്റ്റ് ആൻഡ് സ്പാൻ ട്രെയിനിങ് ഒക്കെയാണ് ഞാൻ കൂടുതൽ ചെയ്യുന്നത്. പിന്നെ സ്റ്റീറോയിഡ് യൂസ് ചെയ്യുന്നതിന് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല. പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ പോലും ഞാൻ ജങ്ക് ഫുഡ്സ് കഴിക്കാറില്ല. പാക്കറ്റ് ചിപ്സ് ഒന്നും ഞാൻ കഴിക്കാറില്ല. വീട്ടിലുണ്ടാകുന്ന നല്ല ഭക്ഷണം, ഇപ്പോൾ പഴം പുഴുങ്ങിയത്, മുട്ട പുഴുങ്ങിയത്, പിന്നെ സാധാ ചോറും കറികളും, പിന്നെ ചിക്കൻ വാങ്ങിച്ച് വീട്ടിലുണ്ടാക്കി കഴിക്കും. അല്ലാതെ പുറമേ നിന്നുള്ള തീറ്റ, പുറമേ നിന്നുള്ള ഈ ജങ്ക് ഫുഡ് കഴിക്കൽ, പാക്കറ്റ് ചിപ്സ് ഒന്നും ഞാൻ കഴിക്കാറില്ല. പിന്നെ എൻ്റെ ഹെൽത്ത് ചെക്കപ്പ് ചെയ്തപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ഒരു അസുഖമില്ല. ഷുഗറില്ല, പ്രഷറില്ല, കൊളസ്ട്രോളില്ല. ഗുഡ് കൊളസ്ട്രോൾ എനിക്ക് കൂടുതലാണ്, ബാഡ് കൊളസ്ട്രോൾ കുറവാണ്. പിന്നെ അതേപോലെ തന്നെ വേറെ ഒരു പ്രശ്നം എനിക്ക് ഇപ്പോൾ വലിയ കാര്യമായിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഹെൽത്തിന് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. 8 മണിക്കൂറും കൃത്യമായിട്ട് ഉറങ്ങുന്നുണ്ട്, കൃത്യമായിട്ട് നല്ല ഹെൽത്തി ഫുഡ് ഞാൻ കഴിക്കുന്നുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുന്നുണ്ട്. എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെയിറ്റ് എടുത്ത് പോക്കലല്ല, അല്ലാത്ത എൻഡ്രൻസ് ട്രെയിനിങ് നല്ലപോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ, നിങ്ങൾ മാക്സിമം ഹെൽത്തി ആയിട്ടിരിക്കുക. ഹെൽത്തിന് വേണ്ടി നിങ്ങൾ സെൽഫിഷ് ആവുന്നതിൽ യാതൊരു കുഴപ്പമില്ല. ഇപ്പോൾ വണ്ടി ഇടിച്ചാവോ, പ്രളയം വന്നയാവോ, എന്ത് വേണേൽ സംഭവിക്കട്ടെ, പക്ഷേ ഹെൽത്ത് സാക്രിഫൈസ് ചെയ്തിട്ട് മരിച്ചു പോകുന്നത് ഏറ്റവും വലിയ ലോക മണ്ടത്തരമാണ്. ഇനി മരിക്കണമെന്നില്ല, ഒരുപാട് നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഓർഗൻ ഫെയിലിയർ വന്നിട്ട് നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. കാരണം കിഡ്നി ഫെയിലിയറൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മര്യാദയ്ക്ക് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ല. പിന്നെ ഡയാലിസിസ് ഒക്കെ നല്ല കാശുള്ള ഒരു പരിപാടിയാണ്. പിന്നെ നമ്മൾ വീട്ടുകാർക്ക് ഒരു ബാധ്യതയായി മാറും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ എനിക്ക് വേറെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, സിഗരറ്റും വെള്ളവും ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. സ്റ്റീറോയിഡ് യൂസ് ചെയ്യുന്നതിൻ്റെ അത്രയും തന്നെ ഡേഞ്ചറാണ് സിഗരറ്റ് വലിക്കുന്നതും വെള്ളമടിക്കുന്നതും. അപ്പോൾ മാക്സിമം ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം.